14ാമത്തെ ചോദ്യം ഫൈൻഡ് ദ കോർഡിനേറ്റ്സ് ഓഫ് ദ ഫോസൈ, ദ വെർട്ടിസസ്, ദ എസെൻട്രിസിറ്റി ആൻഡ് ദ ലെങ്ത് ഓഫ് ദ ലാറ്റസ് റെക്റ്റം ഓഫ് ദ എലിപ്സ്. നമുക്കൊരു എലിപ്സിന്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്. അതായത് എക്സ് സ്ക്വയർ ബൈ ബി സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ എ സ്ക്വയർ ഈക്വൽ ടു 1 എന്ന രീതിയിലാണ് നമുക്ക് എലിപ്സിന്റെ ഇക്വേഷൻ തന്നിരിക്കുന്നത്. കാരണം ഇവിടെ എ സ്ക്വയർ അതായത് വലിയ വാല്യൂ 25 വൈ സ്ക്വയറിന്റെ താഴെയാണ് വരുന്നത്. അതുകൊണ്ട് ഇത് സെക്കൻഡ് ടൈപ്പ് എലിപ്സ് ആണെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. മേജർ ആക്സിസ് വൈ ആക്സിസ് ആയിട്ട് വരുന്ന ടൈപ്പുള്ള എലിപ്സ് ആണ് ഇത്. ഇവിടെ എ സ്ക്വയർ എന്നത് 25 ആണ്, അതായത് എ എന്നത് 5 ആണ്. ബി സ്ക്വയർ എന്നത് 4 ആണ്, അതായത് ബി എന്നത് 2 ആണ്. അപ്പം അങ്ങനെയെങ്കിൽ സിയുടെ വാല്യൂ കാണുന്നതിനുള്ള ഫോർമുല നമുക്കറിയാം. അത് റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ്, അതായത് റൂട്ട് ഓഫ് 25 മൈനസ് 4, അതായത് സ്ക്വയർ റൂട്ട് ഓഫ് 21 ആണ് സിയുടെ വാല്യൂ. അപ്പം അങ്ങനെയെങ്കിൽ ഇവിടെ ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങൾ ഒന്നാമതായിട്ട് കോർഡിനേറ്റ്സ് ഓഫ് ദ ഫോസൈ കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫോസൈയുടെ കോർഡിനേറ്റ്സ് നമുക്കറിയാം. സെക്കൻഡ് ടൈപ്പിന്റെ ഫോസൈ വരുന്നത് വൈ ആക്സിലാണ്. അപ്പം അതുകൊണ്ട് അതിന്റെ കോർഡിനേറ്റ്സ് 0 സിയും 0 മൈനസ് സിയുമാണ്. അതായത് 0 പ്ലസ് ഓർ മൈനസ് സി, അതായത് 0 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 21. അടുത്തതായിട്ട് ചോദിച്ചിരിക്കുന്നത് വെർട്ടിസസ് ആണ്. വെർട്ടിസസ് എന്ന് പറയുന്നത് മേജർ ആക്സിസിനെ കട്ട് ചെയ്യുന്ന പോയിന്റുകളാണ്. നമുക്കറിയാം അത് 0 പ്ലസ് ഓർ മൈനസ് എ ആണ്, അതായത് 0 പ്ലസ് ഓർ മൈനസ് 5. ഇതാണ് വെർട്ടിസസ് ആയിട്ട് വരുന്നത്. അടുത്തതായിട്ട് ചോദിച്ചിരിക്കുന്നത് എസെൻട്രിസിറ്റി ആണ്. എസെൻട്രിസിറ്റി ഈസ് ഇക്വൽ ടു സി ബൈ എ. ഇവിടെ സി എന്ന് പറഞ്ഞ വാല്യൂ റൂട്ട് ഓഫ് 21 ആണ്, ഡിവൈഡഡ് ബൈ എ 5, സ്ക്വയർ റൂട്ട് ഓഫ് 21 ഡിവൈഡഡ് ബൈ 5. അടുത്തതായിട്ട് ചോദിച്ചിരിക്കുന്നത് ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റം ആണ്. ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റം കാണുന്നതിനുള്ള ഫോർമുല 2b സ്ക്വയർ ബൈ എ, അതായത് 2 ഇൻറ്റു ബി സ്ക്വയർ 4 ആണ്, ഡിവൈഡഡ് ബൈ എ എന്ന് പറയുന്നത് 5 ആണ്, അതായത് 8/5 എന്ന് വരുന്നു.